ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് ഇന്ന് രാവിലെ ഒരു വിശേഷമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, എല്ലാ ദിവസവും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇന്ന് എന്തായാലും വീഡിയോ എടുത്തേക്കാന്ന് ഓർത്ത് കേട്ടോ. രാവിലെ കടല അമ്മ എടുത്ത് കഴുകുന്നുണ്ട്, അപ്പോൾ കടലയുടെ വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ ഇച്ചിരി തേങ്ങ ചിരണ്ടി കടലൊക്കെ വറുത്തരയ്ക്കാമെന്ന് ഓർത്ത് തേങ്ങ ചിരണ്ടി ഇനി റവയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഉപ്പുമാവ് അന്നേരം വറക്കാത്ത റവയായിരുന്നു, അത് വറുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിള്ളേരുടെ വഴക്കിടുന്നുണ്ട്, ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം നടക്കുന്നുമുണ്ട്. അത് താമസിച്ചും പോയി പെട്ടെന്ന് ഇതാക്കുകയും ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ധൃതി പിടിച്ച് ഫോൺ ഓണാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നതും പെറുക്കുന്നതും ഒക്കെ. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം ജലദോഷം ആയതുകൊണ്ട് സ്കൂളിൽ വിടണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവനെ വിടുന്നില്ല, ബാക്കി രണ്ടുപേർക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടി റവ ഞങ്ങൾ എന്നായാലും വറക്കണം. നന്നായിട്ട് വറുത്താലും ഇവിടെ കുഴഞ്ഞിരിക്കരുത്, അവിടെ കുഴഞ്ഞിരിക്കാൻ പാടില്ല, നല്ല പൊടിയായിട്ടിരിക്കണം, എന്നാലേ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് വറക്കുമായിരുന്നു. പിന്നെ കടലയ്ക്ക് ഇച്ചിരി തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണല്ലോ. അത് കാരണം തേങ്ങ ചിരണ്ടി വെച്ചത് അത് ഞാൻ വറക്കാൻ തുടങ്ങുകയാണ്. തേങ്ങയൊക്കെ വറുത്ത് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ തേങ്ങ വറുക്കുന്നത്. ശകലം എണ്ണ ഒഴിക്കും തേങ്ങ വറുക്കാൻ നേരത്ത്. അതുകൊണ്ട് അന്നേരത്തേനും അപ്പുറത്തെ അടുപ്പിൽ കടല വെന്ത് കേട്ടോ. കടല വെന്തപ്പോൾ എന്നാൽ ഇത് കൂട്ട് സമയം പോയല്ലോ. അപ്പോഴത്തേനും എന്നാൽ ഉപ്പുമാവിനുള്ളത് തീയലോട്ട് വെക്കാമെന്ന് വിചാരിച്ച്. ഉപ്പുമാവിന് വേണ്ടിയുള്ള കടുക് വറുക്കണമല്ലോ, അപ്പോൾ അന്നേരം അത് തീയൽ വെച്ചു. എന്നിട്ട് അതും കടുകൊന്നും രണ്ട് കൈ വെച്ച് അങ്ങോട്ടും ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയുണ്ട്. ഇത് വറുക്കുകയും ചെയ്യണം, ഇത് കരിഞ്ഞു പോകാനും പാടില്ല. അന്നേരം അമ്മ പുറത്തന്നേരം അവൾക്ക് വെള്ളം ചൂടാക്കുകയും കുളിപ്പിക്കലും ഒക്കെ പരിപാടിയായിട്ട് നടക്കുകയാണ് കേട്ടോ. ചെരുപ്പ് കഴുകൽ, കുളിപ്പിക്കൽ, ആ പരിപാടിയൊക്കെ. വെള്ളം ചൂടാക്കി കൊടുത്താൽ മതി, അവർ തന്നെ കുളിച്ചോളൂ. അപ്പോൾ കുളിക്കലൊക്കെയാണ്. അത് പിന്നെ മല്ലിപ്പൊടി ഇച്ചിരി ഇട്ട് ആദ്യം ഞാനത് ഇച്ചിരി ഒന്ന് ചൂടാക്കും. പിന്നെ ഇച്ചിരി മുളക് പൊടി ഇടും, പിന്നെ ശകലം മഞ്ഞൾപ്പൊടിയും കൂടി ഇടും. അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തത് കരിഞ്ഞു പോകാൻ നോക്കാൻ ചെയ്യണം. ഡബിൾ പരിപാടിയാണ്. രണ്ട് ഗ്യാസ് നിൽക്കാനും സ്ഥലമില്ല. ഒരാൾക്ക് അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെ അമ്മ അവിടെ വന്ന് ഇളക്കിയതിന് അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. അത് കാരണം രണ്ടുപേർക്ക് ഇങ്ങനെ നിൽക്കാനുള്ള സൗകര്യമില്ല, ഫോൺ വെക്കാൻ സൗകര്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് പാത്രം വയ്ക്കുന്ന സാധനത്തിൻ്റെ സൈഡിൽ ചാരി വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൻ അവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ട്, കരയുന്നുണ്ട്, അതെല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ സൗണ്ട് അങ്ങ് കളഞ്ഞതാണ്. അപ്പോഴത്തേനും കടലിലേക്കുള്ളത് അത് വറുത്ത് അത് വേവാറായി. അത് വറുത്തതല്ല, അത് വറന്ന്. അന്നേരത്തേന് ഈ ഉപ്പുമാവിനുള്ളത് ഞാൻ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയും ഇത് കൂട്ടമൊക്കെ വഴന്ന് കഴിഞ്ഞപ്പോഴത്തേന് ക്യാരറ്റും കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് ഇളക്കി. ഇനി എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ നെഞ്ചരിയും. ഞങ്ങൾക്ക് ആ ഉപ്പുമാവിൻ്റെ അകത്ത് എന്തെങ്കിലും സംഭവം ഇടണം. ഒന്നുമില്ലെങ്കിൽ ക്യാരറ്റ് ഇടണം, അല്ലെങ്കിൽ ബീട്രൂട്ട് ഇടണം. ഇതിൽ രണ്ടും ഇട്ടില്ലെങ്കിൽ നെഞ്ചരിയേ. അത് കാരണം ഞങ്ങൾ മസ്റ്റായിട്ട് ഇതിൽ രണ്ടിലേതെങ്കിലും ഒരെണ്ണം ഇടും. ക്യാരറ്റ് ഇട്ട് ഇളക്കുക. അമ്മ ആദ്യം കൊണ്ട് വെള്ളം കൊണ്ട് വന്നു, ഞാൻ ഓടിച്ച് അപ്പോൾ ഇത് ഇടണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അത് ഇട്ട് ഇളക്കി. അത് കഴിഞ്ഞ് പിന്നെ ആ പച്ചക്കപ്പിന് 2 കപ്പ് റവ ഉണ്ടായിരുന്നുള്ളൂ, ആ 2 കപ്പ് വെള്ളം ഒഴിച്ച് കേട്ടോ. പിന്നെ അത് തിളയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് അമ്മ അവിടെ ആ കടലയ്ക്ക് ഞാൻ ചൂടാക്കി വെച്ചിരുന്ന ആ സംഭവം അരച്ച് തന്നിട്ട് ആ ചട്ടി തന്നെ കൊണ്ട് വെച്ച് തന്നെ. ഇനി കടുകും കൂടെ വറുത്തോ, നീ ഇവിടെ നിൽക്കുമല്ലേ, എനിക്ക് കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ്. എന്നിട്ട് അമ്മ അന്നേരം ഞാനത് അരയ്ക്കാൻ പോയ സമയത്ത് അമ്മ അത് അരച്ചായിരുന്നു കേട്ടോ. ഞാൻ എന്തോ എടുക്കാൻ പോയതായിരുന്നു, റവ അരിക്കാനായിട്ട് പോയതായിരുന്നു. കട്ടകട്ടയായിട്ടുള്ളത് അരിച്ച് മാറ്റുമായിരുന്നു. എന്നിട്ട് അമ്മ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൊണ്ടിട്ടായിരുന്നു. ഞാൻ ഉപ്പിടാൻ മറന്നുപോയെന്ന്. അന്നേരം അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ റവ ശരിയാക്കാൻ പോയത്. റവ ഒന്ന് ആറിക്കഴിയുമ്പോൾ ഒന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിനകത്ത് വല്ല പ്രാണികളൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ലല്ലോ. ആദ്യം ഒന്ന് അരിച്ചിട്ട് വറക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എന്നാലും ഇങ്ങനെ കട്ട പോലെ ഇങ്ങനെ വരും. നമ്മൾ അങ്ങനെ വറക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കരി പോലെ കറുത്തൊക്കെ വരും. അതൊക്കെ പോകാനായിട്ട് ഞങ്ങളൊന്ന് അരിച്ചെടുക്കുക. അത് അരിക്കാൻ പോയപ്പോഴാണ് അത് അരിച്ചിട്ട് ഞാൻ പേപ്പറിൽ നേരത്തേനും വെള്ളം തിളച്ച് കിട്ടാം. അപ്പോൾ വെള്ളം തിളച്ചത് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്തിട്ട് ഇളക്കുന്നുണ്ട്. ഇളക്കി ഒരു വിധമാകും. ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ചില നാടുകളിൽ ഇങ്ങനെ കുറുകിയാണ് ഇരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊടിയായി കിടക്കണം, പൊട്ടുപോലെ പൊടിഞ്ഞ് കിടക്കണേ. അങ്ങനെ അതങ്ങനെ തിളച്ച് തട്ടിപ്പൊത്തിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് മൂടി വെക്കും.
ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കും, പിന്നെ ഒന്ന് തുറന്ന് നോക്കും. പിന്നെ അത് ഇളക്കുമ്പോഴത്തേനും അത് റെഡി ആകും കേട്ടോ. അപ്പോഴത്തേനും റെഡിയായി. അപ്പോഴത്തേനും അമ്മ അരിച്ച് വെച്ചിരുന്നത് കടലയുടെ അതൊക്കെ ഞാനത് അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ചെയ്തായിരുന്നു. അപ്പോൾ കടലയുടെ കറി ശരിയായി. അപ്പോൾ ഒരാൾക്ക് ഫുഡ് വേണമെന്ന് ധൃതി പിടിച്ച് അവിടെ വന്ന് നിൽക്കുക. അന്നേരം ഒരാൾക്ക് ഫുഡ് എടുത്ത് കൊടുത്തു. ആകുന്നതിന് തിളച്ചായിരുന്നു, ശരിയായിരുന്നു. അന്നേരം ആയി കൊടുത്ത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചടപടാന്നിങ്ങനെ കാര്യങ്ങൾ. സമയം 8:45 9 മണിയാകുമ്പോഴത്തേനും ഒരാൾക്ക് വരും, 8:50 ആകുമ്പോഴത്തേനും ഒരാൾക്ക് വണ്ടി വരും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വെപ്രാളമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്കും വിശക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.